വെറും 12,000 രൂപ മാത്രം മാസ ശമ്പളം വാങ്ങുന്ന താൽക്കാലിക അധ്യാപികമാർ. പക്ഷേ അക്കൗണ്ടുകളിൽ വന്നു പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ. സൗഹൃദത്തിന്റെ കെട്ടുപാടുകളിൽ തുടങ്ങി ഒന്നിച്ചിരുന്ന് ലഹരി നുണഞ്ഞ് ഒടുവിൽ വൻകിട ലഹരി മാഫിയയുടെ പ്രധാന വിതരണക്കാരായി വളർന്നു പന്തലിച്ച ആ ചങ്ക് സുഹൃത്തുക്കളുടെ സാമ്രാജ്യമാണ് ഒടുവിൽ പോലീസിന്റെ അന്വേഷണ വലയിൽ തകർന്നു വീണത്. അക്ഷരവെളിച്ചം പകരേണ്ട കൈകൾ MDMA എന്ന മാരക മയക്കുമരുന്നിന്റെ കച്ചവടക്കാരായി മാറിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വടകരയിൽ നിന്നും പുറത്തു വന്നത്. വടകര ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫിന്റെ അസാധാരണ കൃത്യതയും മികവും വഴിതുറന്ന അന്വേഷണം കൂടുതൽ ശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് IPS, കോഴിക്കോട്ടെയും വയനാട്ടിലെയും മലയോര മേഖലകളിൽ തുടങ്ങി ബംഗളൂരു വരെ പടർന്നു പന്തലിച്ച വൻകിട ലഹരിവേരുകൾ പിഴുതെറിയാനാണ് പോലീസിന്റെ ഉറച്ച തീരുമാനം. മാതൃകയാവേണ്ട അധ്യാപികമാർ ലഹരി വലയിൽ കുരുങ്ങിയ വാർത്ത ഞെട്ടലോടെയാണ് സമൂഹം കേട്ടത്. ഒടുവിൽ വടകരയിലെ IPS പെൺപുലി മെറിൻ ജോസഫിനും കാർത്തിക് IPSനും മുന്നിൽ ആ ലഹരി സാമ്രാജ്യം ദാരുണമായി തകർന്നടിഞ്ഞു. പേരാമ്പ്ര BRCക്ക് കീഴിലെ സ്പെഷ്യൽ അധ്യാപികമാരായ മരുതോങ്കര സ്വദേശിനി കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യ, ആവള കുട്ടോത്ത് സ്വദേശിനി നീഷ്മ എന്നിവരും ഇവരുടെ ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണികളായ ഡെലിവറി ബോയ് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്, വടകര സ്വദേശി റിസ്വാൻ എന്നിവരുമാണ് പോലീസിന്റെ പിടിയിലായത്. ലഹരി ഉപയോഗത്തിൽ തുടങ്ങി വളരെ പെട്ടെന്നാണ് ഇവർ വൻകിട വിതരണക്കാരുടെ നിലയിലേക്ക് വളർന്നത്. പിടിയിലായ അധ്യാപികമാർ സ്വയം MDMA ഉപയോഗിക്കുകയും പിന്നീട് പണത്തോടുള്ള ആർത്തി മൂലം ഇതിന്റെ വിൽപ്പനക്കാരെ പോലെ പ്രവർത്തിക്കുകയായിരുന്നെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വടകരയിൽ ഓട്ടോ ഡ്രൈവറായ സഫ്വാൻ എന്നയാളെ 2.5 ഗ്രാം MDMA-യുമായി ജൂൺ 28-ന് പോലീസ് പിടികൂടിയതാണ് കേസിലെ വഴിത്തിരിവായത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് നാടിനെ ആകെ ഞെട്ടിച്ച അധ്യാപികമാരുടെ ലഹരി ശൃംഖലയുടെ ചുരുളഴിഞ്ഞത്. പരസ്പരം അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഈ അധ്യാപികമാർ ഒന്നിച്ചിരുന്നാണ് ലഹരി ഉപയോഗിക്കുക. പിന്നീട് കൂടുതൽ പണം സമ്പാദിക്കുന്ന ലക്ഷ്യത്തോടെ ഇവർ ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരി റാക്കറ്റുകളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. മാസം തോറും കേവലം 12,000 രൂപ മാത്രം വേതനം ലഭിക്കുന്ന ഇവിടുത്തെ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അമ്പരന്നുപോയി. ലക്ഷക്കണക്കിന് രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകളാണ് ഇവരുടെ അക്കൗണ്ടുകൾ വഴി നടന്നത്. ഇതിൽ പ്രധാന കണ്ണിയായ ഡെലിവറി ഏജന്റ് ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലൂടെ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് വ്യക്തമാക്കുന്നു. വലിയ തുകയുടെ സ്രോതസ് കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി. ലഹരി ഇടപാടിലൂടെ സമ്പാദിച്ച കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളുടെയും സ്വത്തുക്കൾ NDPS നിയമപ്രകാരം കണ്ടുകെട്ടുമെന്ന് പോലീസ് അറിയിച്ചു. കേസിലെ പ്രതികൾ വ്യാജവുമല്ലാത്തതുമായി നിരവധി അക്കൗണ്ടുകൾ തുടങ്ങിയതായും ATM കാർഡുകൾ വ്യാപകമായി ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ പണം അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ വിദേശ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചതായും പ്രതികളിൽ ചിലർ നടത്തിയ വിദേശ യാത്രകളുടെ പശ്ചാത്തലം എന്താണെന്നും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്.